ഹലോ മക്കളെ, എല്ലാവരും പരീക്ഷ അടുപ്പിച്ച് നല്ല പഠനത്തിലായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനം നല്ല രീതിയിലാണോ പോകുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും മക്കളെ, കുറച്ച് ദിവസമുള്ളൂ നിങ്ങൾ പഠിക്കാനും അതേപോലെ നിങ്ങളുടെ പരീക്ഷയ്ക്കായിട്ട്. ഓക്കെ, അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നല്ലൊരു പ്രോപ്പർ സ്റ്റഡി നടത്തുക, എങ്ങനെ പഠിച്ചാലാണ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മാർക്കിലേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുക, ഇതൊക്കെയാണ് സാർ ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. പല കുട്ടികളും ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ വെച്ച് ഓരോ പേജ് മറിച്ച് അല്ലേ, എല്ലാം തുടക്കം മുതൽ അവസാനം വരെ പഠിച്ചു തീർക്കണം എന്നുള്ള വാശിയോടൊക്കെ ഇരിക്കും. പക്ഷേ നമ്മൾ ആദ്യത്തെ പേജ് മറിച്ച് ഏകദേശം ഇൻട്രൊഡക്ഷൻ വായിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. പിന്നെ നമ്മൾ കുറച്ച് ചിന്തിച്ചിരിക്കും, എന്തുകൊണ്ടാണ് എനിക്കിതൊന്നും പറ്റാത്തത്, എന്നെ മാത്രം എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചത്, ഇങ്ങനെയൊക്കെ വളരെയധികം ഡെസ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ വാട്സപ്പ് എടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം എടുക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറിയോ അതല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസോ ഒക്കെ വെച്ച് നമ്മൾ അതിനെ അങ്ങനെ അങ്ങ് കൊണ്ടുപോകും. ദെൻ 2-3 ദിവസം നമുക്ക് ആ പഠിക്കാൻ കഴിയാത്തതിൻ്റെ, നമുക്ക് പ്ലാൻ ചെയ്തത് നിറവേറ്റാൻ കഴിയാത്തതിൻ്റെ വിഷമമായിട്ട് പിന്നെയും മുന്നോട്ട് പോകും. വീണ്ടും നമ്മളൊന്നും കൂടി മോട്ടിവേറ്റായി വീണ്ടും നമ്മൾ പ്ലാൻ ചെയ്യും, വീണ്ടും ഇതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യും. മക്കളെ, തീർച്ചയായിട്ടും നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ സമയം കൊണ്ട് ചെയ്തു തീർക്കണമെങ്കിൽ നമ്മൾ അത്രയ്ക്കും എക്സ്പീരിയൻസ്ഡ് ആകണം. മക്കൾ, ആകെ നിങ്ങൾക്ക് +1 അല്ലെങ്കിൽ +2 ഈ ഒരു എക്സ്പീരിയൻസ് അല്ലേ നിങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ ഉള്ളിൽ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ മക്കൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സാർ ഒരു ട്രിക്ക് പറഞ്ഞുതരാം എങ്ങനെ പ്രോപ്പറായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാം എന്നുള്ളത്. മക്കളെ, മറ്റൊന്നല്ല നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കുക. എവിടെ നിന്നാണ് സാറേ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാൽ? എനി ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോ. എന്നിട്ട് നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം നോക്കുന്നു. ഒന്നാമത്തെ ചോദ്യം നോക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചത് ഒരു ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണെന്ന് ഞാൻ സാർ എക്സാമ്പിൾ പറയാം. അപ്പോൾ നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നല്ല. ഇൻഡക്റ്റീവ് എഫക്റ്റ് ഏത് ഹെഡിങ്ങിന് കീഴിലുള്ളതാണ്? ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ്സിൻ്റെ കീഴിലുള്ളതാണ്. അപ്പോൾ ആ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും, അപ്പോൾ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് 4 എണ്ണം എനിക്ക് അറിയാമോ, അല്ലെങ്കിൽ അത് മൊത്തം നിങ്ങൾ ആ ഒരു സമയം പഠിക്കുക. ചിലപ്പോൾ ഈ ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുത്തേക്കാം. കുഴപ്പമില്ലടോ, ഈ ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളൊരു ചാപ്റ്റർ കവർ ചെയ്യല്ല ചെയ്യുക, നിങ്ങളുടെ സിലബസ് തന്നെ കവർ ചെയ്യും നിങ്ങൾ പോലും അറിയാതെ. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നടക്കുമ്പോൾ ഇത്ര സമയമൊന്നും വേണ്ടി വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ചോദിച്ചപ്പോൾ നിങ്ങൾ അവിടെ ഇലക്ട്രോമെറിക് എഫക്റ്റും ഹൈപ്പർ കോൺജുഗേഷനും അതേപോലെ തന്നെ നിങ്ങളുടെ റെസണൻസ് എഫക്റ്റും എല്ലാം പഠിച്ചല്ലോ. ചിലപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുക റെസണൻസ് എഫക്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും ആ സമയം അവിടെ ലാഭിച്ചു. ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഈ എക്സാമിന് അടുപ്പിച്ച് നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ട് പഠിക്കാനും നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാനും, ഏതൊക്കെ ഏരിയകൾ നിങ്ങൾ പഠിച്ചെന്നും ഇനി അഥവാ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാത്ത ഏരിയ ഉണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് എടുത്ത് പഠിക്കാനും വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ എക്സാമിന് ചോദിക്കാൻ പോകുന്നത് ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് മുന്നേ പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇതൊന്നും വലിയ അത്ഭുതമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. മക്കളെ, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ ഈ രൂപത്തിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാകും. അത് സാറിൻ്റെ ഭാഗത്തുനിന്നുള്ള 100% കോൺഫിഡൻസ് ആണ്. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, സാറ് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻസ് കാണാതെ പഠിക്കാനോ അതേപോലെയുള്ള ചോദ്യം വരുമെന്നോ എന്നൊന്നല്ല സാറ് പറഞ്ഞത്. ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ആ ഭാഗവുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് പഠിച്ച് കവർ ചെയ്ത് പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. സോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തതിൻ്റെ ശേഷം തീർച്ചയായിട്ടും ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആണോ, അതല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി അഥവാ നിങ്ങളെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തതിനപ്പുറം നിങ്ങൾക്ക് വേണോ, എങ്ങനെയൊക്കെയുള്ള ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് വേണോ, തീർച്ചയായിട്ടും നമ്മുടെ ലൈവുകളിൽ അതൊക്കെ ഉണ്ട്. ഇനി വരുന്ന ലൈവും ഇതുവരെയുള്ള ലൈവും ഇന്നുള്ള ലൈവും എല്ലാം മക്കൾ കണ്ടോളൂ. സോ നമുക്ക് എല്ലാം സെറ്റാക്കി എടുക്കാം, ടെൻഷൻ ഒന്നും വേണ്ട, എല്ലാം എളുപ്പമാവും മക്കളെ. നമ്മൾ നല്ല രീതിയിൽ പരീക്ഷ ചെയ്തും നമ്മൾ നല്ല മാർക്ക് നേടും. ഓൾ ദ ബെസ്റ്റ്.